ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ മജ്ബൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 ടീസ്പൂൺ നെയ്യ്, 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു കനമുള്ള പാനിലേക്ക് ഇട്ട് അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരുംജീരകം, നല്ല ജീരകം, സജീരകം, പിന്നെ ബേ ലീഫ് ഇതൊക്കെ അതിലേക്കിട്ട് നല്ല വഴറ്റണം. നല്ല മണം വരും. അതൊന്ന് വരുന്നെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ അതിലേക്ക് വലിയ ഉള്ളിയാണ് ഇടുന്നത്. 3 വലിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് അതിലേക്ക് ഇടുക. അത് നല്ലതുപോലെ വഴഞ്ഞു എന്ന് കണ്ടൊരു ബ്രൗൺ കളറായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലും, ഇഞ്ചി ചെറിയൊരു കഷ്ണം ചേർക്കുക. അത് നല്ലതുപോലെ വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. 3 തക്കാളി ചെറുതായി എരിഞ്ഞ് കുരുന്തൊലിയൊന്നും കളയാതെ മിക്സിയിൽ അടിച്ച് അതിലേക്ക് ചേർക്കുക. തക്കാളിയുടെ പച്ചമണം മാറുന്ന വരെ നല്ല വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് പിന്നെ മജ്ബൂസ് മസാലപ്പൊടി 1 ടീസ്പൂണ്, അത് കഴിഞ്ഞ് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് മുറിക്കാത്ത 2-3 എണ്ണം, പിന്നെ ചേർക്കണതും ചെറുനാരങ്ങ ഉണക്കിയതാണ് അതിലേക്ക് ഇടുന്നത്. അതുപോലെ നല്ലതുപോലെ വഴറ്റണം. വഴറ്റിന്ന് കണ്ടാൽ പിന്നെ ചേർക്കണം ചിക്കനാണ്. ചിക്കൻ ഞാൻ നല്ലപോലെ കഴുകി ഉപ്പും മുളകൊക്കെ തേച്ച് പിന്നെ മസാല പിടിക്കാൻ വെച്ചിരുന്നു. അതാണ് ചേർക്കണത്. ചിലവർ അതേപോലെ പച്ചയിൽ ഇടുക ചെയ്യുക. ഞാൻ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല തേച്ചിട്ട് അതാണ് ചേർക്കണത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റണം. ചിക്കനും മസാലയും കൂടി നല്ലപോലെ വഴഞ്ഞു വരുമ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ആ കണക്ക് നമ്മൾ എത്രയാണോ അരി ഇടുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് ചിക്കനും പിന്നെ വെള്ളം കൂടി നല്ല ചിക്കൻ വെന്ത് വാനായി എന്ന് കണ്ട ഏകദേശം 3/4 ഭാഗം വെന്തെന്ന് കണ്ടത് കുറച്ച് ചിക്കന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒരിച്ചെടുക്കുകയാണ്. നല്ല ഫ്രൈ ആക്കണ ആവശ്യമില്ല, അത് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ നല്ല അയിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കുന്ന അരിയാണ്. അപ്പം ബസുമതി അരിയാണ് ഇതിന് ചേർക്കുന്നത്. ബസുമതി അരി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പാരമൊക്കെ വെള്ളമില്ലാതെ അതിലേക്ക് ചേർക്കണം. ചേർത്ത് നല്ലതുപോലെ ഇളക്കി വരുന്ന സമയത്ത് ആദ്യം വലിയ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും 12 മിനിറ്റ് വെച്ച് അടുപ്പത്ത് വെച്ച് നല്ല വെന്തൂന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ അതിലേക്ക് ചേർക്കുക. പിന്നെ മല്ലിത്തല ചേർക്കുക. മല്ലിത്തലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് എല്ലാം കൂടി ഈ പൊരിച്ച ചിക്കനും അതിലേക്ക് ചേർക്കണം. അങ്ങനെ എല്ലാം കൂടി ഇളക്കി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ. ബിരിയാണിയുടെ പോലെയല്ല, തൈരും സലാഡും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ.